പാരീസ് ഒളിമ്പിക്സ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. ഇന്ന് നമ്മൾ ഒളിമ്പിക്സിനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ച് അറിയുമ്പോൾ ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആധുനിക ഒളിമ്പിക്സ് നടന്നത് 1896 ഗ്രീസിലെ ഏതൻസിൽ വെച്ചായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ നടത്തപ്പെടുന്ന ഒരു വിവിധ ഇനം കായികമേളയാണ് ഒളിമ്പിക്സ്. ഇതിനെ വേനൽക്കാലമേള, ശൈത്യകാലമേള എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. 1992 വരെ ഈ രണ്ട് മേളകളും ഒരേ സമയത്ത് തന്നെയാണ് നടത്തിയിരുന്നത്. അതിനുശേഷം രണ്ട് മേളകളും 2 വർഷങ്ങളായി ഇടവിട്ട് നടത്താൻ ആരംഭിച്ചു. ഇതിൽ പ്രധാനപ്പെട്ടതായി പറയപ്പെടുന്നത് ഒളിമ്പിക്സിൻ്റെ ചിഹ്നമാണ്. ഒളിമ്പിക്സിൻ്റെ 5 വലയങ്ങളും പരസ്പരം കുരുത്ത ഒരു അടയാളമാണ് ഒളിമ്പിക്സ് ചിഹ്നം. ഇവ 5 ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം ഏഷ്യയെയും കറുപ്പ് ആഫ്രിക്കയെയും സൂചിപ്പിക്കുന്നു. നീല യൂറോപ്പിനെയും പച്ച ഓസ്ട്രേലിയയും ചുവപ്പ് അമേരിക്കയെയും സൂചിപ്പിക്കുന്നു. ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ളയാണ്. ഇതിലാണ് 5 വർണ്ണങ്ങൾ ആലിംഗനം ചെയ്തിരിക്കുന്നത്. 5 വർണ്ണങ്ങൾ വലയം ചേർന്ന് ആലിംഗനം ചെയ്താണ് ഇവ സൃഷ്ടിച്ചിരിക്കുന്നത്. പിയറി കമ്പോർട്ടിനാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. 1920 ആൻറ്റിപ്പ് ഒളിമ്പിക്സ് മുതലാണ് ഇത് ഉപയോഗിച്ചു തുടങ്ങിയത്. ഒളിമ്പിക്സ് വില്ലേജ്. ലോസ് ആഞ്ചൽസ് ഗെയിംസിലാണ് ഒളിമ്പിക്സ് വില്ലേജ് എന്ന ആശയം രൂപകൽപ്പന ചെയ്യുന്നത്. 1932 ലോസ് ആഞ്ചൽസ് ഗെയിംസിലാണ് ഒളിമ്പിക്സ് വില്ലേജ് എന്ന ആശയം അവതരിപ്പിക്കപ്പെടുന്നത്. ഒളിമ്പിക്സ് ദീപശിഖ, അതിനെക്കുറിച്ച് നമുക്കറിയാം. ഒളിമ്പിക്സിന് മുന്നോടിയായി വിവിധ ഇനം ഭൂഖണ്ഡങ്ങളെ സ്പർശിച്ച് ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം നടത്താറുണ്ട്. മനുഷ്യന് വേണ്ടി സിയൂസ് ദേവനിൽ നിന്നും അഗ്നി മോഷ്ടിച്ച പ്രോമെത്യൂസിൻ്റെ കഥയുമായി ഇത് ബന്ധപ്പെടുത്തിക്കൊണ്ട് പുരാതന ഒളിമ്പിക്സിൽ ഇത്തരം ദീപശിഖ പ്രയാണം നടത്തിയിരുന്നു. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ വരെ ഈ രീതി നടന്നിരുന്നു. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നത്തെക്കുറിച്ചാണ്. ഓരോ ഒളിമ്പിക്സിനും ഓരോ ഭാഗ്യചിഹ്നങ്ങളുണ്ടാവും. ആതിഥേയരായ രാജ്യത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കും ഭാഗ്യചിഹ്നങ്ങളുടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒളിമ്പിക്സ് നടത്തുന്ന രാജ്യത്തിൻ്റെ ചിഹ്നങ്ങളുടെ, അതായത് ആ രാജ്യത്ത് ഏതാണോ ദേശീയ മൃഗമായി ഉപയോഗിക്കുന്നത് ആ മൃഗത്തിൻ്റെ രൂപത്തിലായിരിക്കും ഒളിമ്പിക്സ് ചിഹ്നമായി ഉപയോഗിക്കുന്നത്. ഭാഗ്യചിഹ്നം കൂടാതെ ഭാഗ്യമുദ്ര കൂടി, ആ രാജ്യത്തിൻ്റെ ഭാഗ്യമുദ്ര കൂടി ഈ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തും. ആതിഥേയരായ രാജ്യത്തിൻ്റെയോ നഗരത്തിൻ്റെയോ ഏതെങ്കിലും പ്രതിമയുടെ രൂപവുമായി ഇതിന് സാദൃശ്യം കൊടുക്കാറുണ്ട്. സാധാരണ ഇത് ഒളിമ്പിക്സ് വലയങ്ങളോട് ചേർന്നാണ് രൂപകൽപ്പന ചെയ്യാറുള്ളത്. ഇനി ഒളിമ്പിക്സ് ഗാനത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഗ്രീക്ക് കവി കോസ്റ്റാറ്റാസ് പാലാമസ് 1893 രചിച്ച ഗാനമാണ് ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക ഗാനം. ഇനി നമുക്കിതിൻ്റെ സംഗീത സംവിധായകനെ പരിചയപ്പെടാം. അതായത് ഈ ഒളിമ്പിക്സ് ഗാനത്തിൻ്റെ സംഗീത സംവിധായകനെ പരിചയപ്പെടാം. ഗ്രീക്ക് സംഗീതജ്ഞൻ സ്പൈറോസ് സമാറസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 1896 ആദ്യ ഒളിമ്പിക്സിൽ തന്നെ ഈ ഗാനം ആലപിക്കുകയും ചെയ്തു. ഇനി നമ്മൾ ഒളിമ്പിക്സിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് അറിയാം. എക്സലൻറ്റ്, റെസ്പെക്റ്റ്, ഫ്രണ്ട്ഷിപ്പ്. എക്സലൻറ്റ് എന്ന് പറഞ്ഞാൽ മികവും, ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ സൗഹൃദവും, റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനവും. ഈ 3 മൂല്യങ്ങൾ അടങ്ങിയതാണ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യങ്ങൾ. വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒരുമിച്ച് എന്നാണ് ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം. കോവിഡ് മഹാമാരിയിലൂടെ ലോകം ഒരുമിച്ച് കടന്നു പോകുമ്പോഴാണ് ഒരുമിച്ച് എന്ന മുദ്രാവാക്യം എഴുതി ചേർത്തത്. ഇതൊക്കെയാണ് ഒളിമ്പിക്സിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ ലോകം പാരീസ് ഒളിമ്പിക്സിലേക്ക് ഉറ്റുനോക്കുകയാണ്. നമ്മുടെ രാജ്യമായ ഇന്ത്യ അതിൽ മത്സരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് എല്ലാവിധ ഐക്യങ്ങളും, അതായത് പ്രാർത്ഥനയായാലും നമ്മുടെ രാജ്യം ഒരുപാട് മെഡലുകൾ നേടട്ടെ, ഒന്നാമതെത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ രാജ്യം വിജയിക്കട്ടെ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.